ഹലോ, എല്ലാവർക്കും എൻ്റെ സ്വാഗതം. അപ്പോൾ 2014 ഞാൻ നടത്തിയ ഇസ്രായേൽ യാത്രയുടെ വിവരണങ്ങളൊക്കെ ഇപ്പോൾ നൽകുന്നു. ഈ 2025 എന്തുകൊണ്ട് നൽകുന്നു എന്നൊക്കെ ഒന്ന് രണ്ട് പേര് ചോദിച്ചു. മറ്റൊന്നുമല്ല, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു സമയം ഒത്തുവന്നത്. എല്ലാവർക്കും ഒരു സമയം ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് എനിക്കതൊന്ന് പറയാനുള്ള ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടായത്. കാര്യങ്ങൾ അതുകൊണ്ട് പറയാൻ നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോഴുള്ള ഒരു സഭാകമ്പം ഇതെല്ലാം മാറി വരുന്നു. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു സംഭവം, ഞങ്ങൾ താബോർ മല കയറാൻ പോയതിനെ പറ്റി ഒരു വിവരണം കൂടെ പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് താബോർ മല കയറി എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് മുകളിലേക്ക് വലിയ ബസ്സുകളൊന്നും കയറത്തില്ല, ചെറിയ പിക്കപ്പ് വാനുകളിൽ ഷട്ടിലടിക്കുകയാണ്. അപ്പോൾ ഈ പിക്കപ്പ് വാനിൽ പോകുന്ന ഡ്രൈവറുടെ ഒരു കൈ മേല, എന്നിട്ട് അദ്ദേഹം ഓടിക്കുന്ന വണ്ടി ഭയാനകമായ രീതിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. വളവും തിരിവും ഒക്കെ എടുക്കുന്നത് തിരിച്ച് താഴെ അവിടെ മുകളിൽ ചെല്ലുമോ അല്ലെങ്കിൽ തിരിച്ച് വരാൻ പറ്റുമോ എന്നുള്ള അത്രയും സ്പീഡിലും ഒക്കെയാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഷട്ടിലടിക്കുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഞങ്ങൾ മൗണ്ട് ഓഫ് ട്രാൻസ്മിഗ്രേഷൻ എന്ന, അതായത് രൂപാന്തരീകരണം പ്രാപിച്ച സ്ഥലത്ത് ചെന്നു. പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ രൂപാന്തരീകരണം പ്രാപിച്ച ആ സ്ഥലം, ദേശങ്ങളൊക്കെ കാണാം, കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സെബാസ്റ്റ്യൻ മലയാളി അച്ഛൻ ഞങ്ങൾക്ക് കുറച്ച് ബൈബിൾ പ്രഭാഷണങ്ങളൊക്കെ നടത്തി. അപ്പം അവിടെ ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. സൗകര്യപ്രദമായ രീതിയിൽ ഒരു ചെറിയ ഹോള് പോലെ, ഓപ്പൺ എയർ ആണ്, എന്നാലും ഒരു ഇരിപ്പിടമൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. അവിടെ ഇരുന്ന് നമുക്ക് ബൈബിൾ പ്രഭാഷണങ്ങൾ കേൾക്കാം. അപ്പോൾ ഒരു യങ് മേന, നല്ല ഹൈറ്റുള്ള ഒരു യങ് മേന അവിടെ ഗിറ്റാർ വായിക്കുന്നു. എനിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി. എനിക്ക് സംസാരിക്കാൻ അവരോട് ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെയൊക്കെ ഗിറ്റാറൊക്കെ വായിക്കണം, ഗിറ്റാറിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഗിറ്റാറൊക്കെ തന്ന് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്ത്, ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് താഴെ ഇറങ്ങി. അപ്പോൾ ബസ്സിന് എന്തോ ഒരു ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വന്നു, കുറച്ച് ഡിലേ വന്നു. എന്നാലും സമയത്ത് തന്നെ ബസ് അവിടുന്ന് പുറപ്പെട്ടു. അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെ കിങ് സോളമൻ ഹോട്ടൽ, തിബേരിയസ് പട്ടണത്തിലുള്ള, അതായത് ഗലീലിയ തടാകത്തിന് സമീപമുള്ള ഒരു വലിയ ഹോട്ടലാണ്. ആ ഹോട്ടലിൽ അന്നത്തെ സ്റ്റേ. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ഗലീലിയ തടാകത്തിലേക്കുള്ള യാത്രയ്ക്കായി പോകുന്നത്. അപ്പോൾ ടൂർ ഓപ്പറേറ്റർ, ഞങ്ങളുടെ പാലായിലുള്ള സ്പീഡ് വിങ്സിലെ ടൂർ ഓപ്പറേറ്റർ ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞുമഞ്ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, രാവിലെ തന്നെ നമുക്ക് ബോട്ട് യാത്രയ്ക്കായിട്ട് എല്ലാവരും സമയത്ത് തന്നെ എത്തണം. താമസിച്ച് പോയാൽ ബോട്ട്, നമുക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ബോട്ട് ഡിലേ വരും. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് പൈലറ്റ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ബോട്ടിൽ കയറി. ഞങ്ങൾക്ക് വേണ്ട ടിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ടൂർ ഓപ്പറേറ്ററുടെ കയ്യിലുണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറി. അപ്പോൾ ടൂർ ഓപ്പറേറ്റർക്ക് അവിടുത്തെ കസ്റ്റം എങ്ങനെയാണെന്നുള്ള അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ ഉയർത്തും. അപ്പം നമ്മൾ ഇവിടുന്ന് ഫ്ലാഗ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഫ്ലാഗിൻ്റെ തൊട്ട് താഴെ ഇന്ത്യൻ ഫ്ലാഗ് നിൽക്കും. അപ്പോൾ നമുക്ക് ദേശീയഗാനം പാടാനുള്ള അവസരവും നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അറ്റൻഷനായി നിന്നുകൊണ്ട് ദേശീയഗാനം പാടി ഫ്ലാഗ് നമുക്ക് വേണ്ടിയിട്ട് അവർ ഉയർത്തി, നമ്മൾ ഉയർത്തി. അതിനുശേഷം തടാകത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. 2 ഡെക്കുണ്ട്, പിന്നെ ചെറിയ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനും ഒക്കെ, എല്ലാവർക്കും ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു 25 കിലോമീറ്റർ ചുറ്റുള്ള റേഡിയസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് എൻഡ് പോയിന്റ് അങ്ങേയറ്റം നമുക്ക് കാണാം. ഇതിൻ്റെ ആവറേജ് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 2 to 4 ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന വെള്ളം എന്ന് പറയുന്നത് 20-25 മീറ്റർ ആഴത്തിൽ വരെ വെള്ളമുണ്ട്. ലോകത്തിലെ ഏറ്റവും താഴ്ന്ന ശുദ്ധജല തടാകമാണ് ഇത്. ഏറ്റവും താഴ്ന്ന തടാകം എന്ന് പറയുന്നത് ഡെഡ് സീ ആണ്. അത് കഴിഞ്ഞുള്ള ശുദ്ധജല തടാകം, ഏറ്റവും താഴ്ന്ന ശുദ്ധജല തടാകമാണ് ഈ ഗലീലിയ തടാകം എന്ന് പറയുന്നത്. ഇസ്രായേലിലേക്ക് ആവശ്യമായ ശുദ്ധജലം മുഴുവൻ ഈ തടാകത്തിൽ നിന്നാണ് ലഭ്യമാക്കുന്നത്. അതുപോലെ തൊട്ടടുത്ത പലസ്തീൻ, ഗാസ പ്രദേശങ്ങളിലൊക്കെ ഈ ജലം ഇവിടുന്ന് തന്നെയാണ് ജലം പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രഷ് വാട്ടറിലെ കൂടെയുള്ള യാത്ര അതിസുന്ദരമായിരുന്നു. ഒരു മണിക്കൂറോളം റൗണ്ട് ചെയ്ത് തിരിച്ച് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിൻ്റെ ഡ്രൈവർ, ഞങ്ങൾ ഒരു ഗൈഡും ഉണ്ട്, അവർ ഒരു പാട്ടൊക്കെ ഇട്ടു. ഹീബ്രു ഗാനമാണ്, മെലഡീസ്.
ഭക്തിഗാനം. അപ്പോൾ അത് എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊന്നും കൂടുതൽ പ്രായം ചെന്നവരോ ഒരു ഏജ് 50 വയസ്സ് കഴിഞ്ഞവരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. ഹീബ്രു ഗാനം എൻ്റെ CD ഒരെണ്ണം ഞാൻ മേടിച്ചു. ഞാൻ മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ ടീഷർട്ട് ഉണ്ടായിരുന്നു CF ഗലീലി എന്ന് പറഞ്ഞ്, അതും ഒരെണ്ണം മേടിച്ചു. ടീഷർട്ടൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പാട്ടൊക്കെ, ഈ പാട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഇടുമായിരുന്നു CD. അങ്ങനെ അത് കേട്ട് കേട്ട് ഞാൻ ഒരു ദിവസം എൻ്റെ വൈഫിനോട് പറഞ്ഞു, എന്തെങ്കിലും ഈ പാട്ട് ഞാനൊന്ന് പാടും എന്ന് പറഞ്ഞു. വൈഫ് അത് അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. അപ്പോൾ 2014 തൊട്ട് ഇങ്ങനെ ഈ പാട്ടുകൾ കേട്ട് 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 എന്തൊക്കെയോ ഒരു ലൈന് ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം ആ പാട്ടിൻ്റെ ലൈനുകൾ കിട്ടി. പിന്നെ അത് എല്ലാം അതേപടി ഹീബ്രു ലാംഗ്വേജ് ഇംഗ്ലീഷിൽ എഴുതി അത് പാടാൻ, എൻ്റെ വരികൾ വായിക്കാൻ പഠിച്ചു. അങ്ങനെ 2014 ആ പാട്ട് ഞാൻ 2022 എൻ്റെ വിളക്കുമാടൻ പള്ളി ഇടവകയിലെ ഗാനമേളയ്ക്ക് ഞാൻ ആ പാട്ട് പാടി. വളരെ ഭംഗിയായിരുന്നു ആ പാട്ട്. വളരെ ചെറിയ ലൈനുകളേ ഉള്ളൂ, എങ്കിലും അത് പാടാൻ സാധിച്ചു. ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് 2023 ഒക്ടോബറിലാണ് ഞാൻ ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാണ്, ഞാൻ 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഗാനം എഡിറ്റ് ചെയ്ത് എൻ്റെ യൂട്യൂബിലിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾ കാണുക. അന്നത്തെ യാത്രയുടെ വിവിധ നിമിഷങ്ങളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്, രസകരമായൊരു വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക. ഈ പാട്ടിൻ്റെ ഒരു 4 വരി ഞാൻ പാടാൻ ശ്രമിക്കാം. ഓ സെഷലോം ബിംറോമോ ഓ യാസ് ഷലോം അലേനു വി ആർ കോൾ ഇസ്രായേൽ വിംറു ഇംറു ആമേൻ യാസ് ഷലോം ഷാലോം അലേനു വി ആർ കോൾ ഇസ്രായേൽ യാസ് ഷലോം ഷാലോം അലേനു വി ആർ കോൾ ഇസ്രായേൽ യാസ് ഷലോം ഷാലോം അലേനു വി ആർ കോൾ ഇസ്രായേൽ യാസ് ഷലോം ഷാലോം അലേനു വി ആർ കോൾ ഇസ്രായേൽ. ഇതാണ് ആ പാട്ടിൻ്റെ ആദ്യത്തെ 4 വരി. അപ്പോൾ എൻ്റെ ഗാനവും ഈ ഒരു ചെറിയ ഒരു വിവരണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, താങ്ക് യു.